KSRTCക്ക് സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുക്കുന്നു. എനിക്ക് വലിയ അഭിനന്ദനം കോൺഗ്രസ്സുകാരോടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ കൊടുത്ത സമയത്ത് ഡൽഹിയിലും ഒക്കെ കൊടുത്ത സമയത്ത് ഞങ്ങളെ കളിയാക്കിയവന്മാരാണ് അവന്മാർ. കർണാടകയിൽ ഞങ്ങളുടെ പ്രകടന പത്രിക അതുപോലെ കോപ്പി അടിച്ചിട്ടാണ് ഇവർ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ചെയ്തത്. ഫ്രീ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് ആം ആദ്മി പാർട്ടിയെ കളിയാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിൽ സത്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കാരണം നിങ്ങൾ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ കൊടുത്ത ഫ്രീ ബീസുകൾ ഇപ്പോൾ അതുപോലെ അടിച്ചു വെച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് അത് കൊടുത്തവരാണ്. KSRTC സൗജന്യ ബസ് യാത്ര കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചു തന്നിട്ട് അപ്പോൾ ഇതൊക്കെ ചുമ്മാ ജനങ്ങളെ കബളിപ്പിക്കാനാണ്. 1000 രൂപ എല്ലാ പെൺകുട്ടികൾക്കും ഇത് കൊടുക്കാം, കോളേജിൽ കൊടുക്കാം. അതിനെയും എന്തായി തീരുമെന്ന് നമുക്കറിയാം. ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഇപ്പം മലപ്പുറത്തെ വിവിധ സ്ഥാനാർത്ഥികളുണ്ട്. മലപ്പുറത്ത് എത്ര മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്? ഞങ്ങൾ 6 മണ്ഡലങ്ങളിൽ മലപ്പുറത്ത് മത്സരിക്കുന്നു. 53 സ്ഥലങ്ങൾ കേരളത്തിൽ ഉടനീളം മത്സരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ എല്ലാ സീറ്റിലും മത്സരിക്കുന്നു. അങ്ങനെയൊക്കെ ഇന്ന് മലപ്പുറം ജില്ലയുടെ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പിന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രികയുടെ പ്രകാശനം പ്രസ് ക്ലബ്ബിൽ വെച്ചുണ്ട്. അപ്പോൾ കേരളം കൊതിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറയുമ്പോൾ അറിയാലോ, ഞങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കുടിവെള്ളം, അതുപോലെ 150 യൂണിറ്റ് വൈദ്യുതി ഫ്രീ, 10 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, സാർവത്രിക പെൻഷൻ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കുക, അവരുടെ പെൻഷൻ അറിയാലോ 2.5 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പാർട്ടിക്കാരെ മുഴുവൻ കയറ്റിയിട്ട് 2.5 വർഷം കഴിയുമ്പോൾ മുഴുവൻ പെൻഷൻ കൊടുത്ത് അടുത്ത ആളെ കയറ്റി. ഈ പരിപാടി നടക്കില്ല. പിൻവാതിൽ നിയമനങ്ങൾ, സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾ, അങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അതിൽ ഏറ്റവും രസകരമായ കാര്യം KSRTCക്ക് സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുക്കുന്നു. എനിക്ക് വലിയ അഭിനന്ദനം കോൺഗ്രസ്സുകാരോടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ കൊടുത്ത സമയത്ത് ഡൽഹിയിലും ഒക്കെ കൊടുത്ത സമയത്ത് ഞങ്ങളെ കളിയാക്കിയവന്മാരാണ് അവന്മാർ. കർണാടകയിൽ ഞങ്ങളുടെ പ്രകടന പത്രിക അതുപോലെ കോപ്പി അടിച്ചിട്ടാണ് ഇവർ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ചെയ്തത്. ഫ്രീ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് ആം ആദ്മി പാർട്ടിയെ കളിയാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിൽ സത്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കാരണം നിങ്ങൾ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ കൊടുത്ത ഫ്രീ ബീസുകൾ ഇപ്പോൾ അതുപോലെ അടിച്ചു വെച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് അത് കൊടുത്തവരാണ്. KSRTC സൗജന്യ ബസ് യാത്ര കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചു തന്നിട്ട് അപ്പോൾ ഇതൊക്കെ ചുമ്മാ ജനങ്ങളെ കബളിപ്പിക്കാനാണ്. 1000 രൂപ എല്ലാ പെൺകുട്ടികൾക്കും ഇത് കൊടുക്കാം, കോളേജിൽ കൊടുക്കാം. അതിനെയും എന്തായി തീരുമെന്ന് നമുക്കറിയാം. ഇപ്പം കാലി ഖജനാവെന്നല്ലേ പറയുന്നത്. പക്ഷേ UDFന്റെ പ്രകടന പത്രിക നടപ്പിലാക്കാൻ കഴിയാത്തതാണെന്നാണ് ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ചെയ്ത് കാണിച്ച പാർട്ടി ആം ആദ്മി. എനിക്ക് മനസ്സിലാവുന്ന അവരുടെ പ്രകടന പത്രികയിൽ മുകളിൽ എഴുതി വെക്കണം ആം ആദ്മി പാർട്ടിക്ക് എന്താ പറയുക അഭിനന്ദനം. കാരണം ആം ആദ്മി പാർട്ടിയാണ് ഇത് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. മാത്രമല്ല ഞങ്ങൾ ഫ്രീ ബീസ് കൊടുത്തത് ഞങ്ങൾ പദ്ധതി വിഹിതങ്ങളിലെ പണം അതൊരു 10 കോടി രൂപയ്ക്ക് ഒരു പാലം പണിയാൻ ബഡ്ജറ്റിൽ വകയിരുത്തി കഴിഞ്ഞാൽ അതൊരു 5 കോടിക്കോ 6 കോടിക്കോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ബാക്കി പണം ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? കടം വാങ്ങിച്ചു അല്ലേ? അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. മദ്യ കച്ചവടത്തിലും ലോട്ടറി കച്ചവടത്തിലുമാണ്. കാരണം ഇവിടെ ഭരിച്ചു മുടിച്ചതുകൊണ്ടാണ്. ഡൽഹിയിൽ മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കിയ സർക്കാരാണ് ആം ആദ്മി പാർട്ടി സർക്കാർ. അപ്പം ഞങ്ങളുടെ ആ റൂട്ടിലേക്ക് ജനങ്ങൾക്ക് അർഹതപ്പെട്ട വെൽഫെയർ സ്കീമുകൾ ചെയ്യാൻ അല്ലെങ്കിൽ പറയാനെങ്കിലും ആ ഒരു ആർജവം ഇടതു വലത് മുന്നണികൾ കാണിച്ചത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആം ആദ്മി കോപ്പി അടിച്ചു കോൺഗ്രസ്? തീർച്ചയായിട്ടും ആം ആദ്മി കോപ്പി കോൺഗ്രസിനല്ല, കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ കോപ്പി. അത് തന്നെ അവർ ചോദിച്ചതും. തീർച്ചയായിട്ടും നിങ്ങൾക്കും അറിയാമല്ലോ, നമ്മളിത് തുറന്നു പറയാതെ ഒരു പക്ഷേ നിങ്ങൾ മാധ്യമപ്രവർത്തകന് സമ്മതിക്കാത്തതിന്റെ കാരണം ഒരു പക്ഷേ നിങ്ങൾ പക്ഷം പിടിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാലോ ഇത് ഡൽഹിയിൽ അല്ല ഈ വെൽഫെയർ പൊളിറ്റിക്സ് വന്നിട്ടുള്ളത്. പഞ്ചാബിൽ ഞങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പഞ്ചാബിൽ. അതല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളും അതിനെ മാത്രമല്ല ഇത് ഇനിയൊരു കാര്യമുണ്ട്. ഈ പ്രകടന പത്രിക ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല. ഈ പ്രകടന പത്രികയിൽ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണി ആരാണെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഓരോ വിഷയത്തിലും ഓരോ ജംഗ്ഷനിലും ഞങ്ങൾ സമരം ഉണ്ടാകും. പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ചുമ്മാ അച്ചടിച്ച് വെക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ്. ഗ്യാരണ്ടികൾ കൊടുക്കാനുള്ളത്. അത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ വാച്ച് ഡോഗായിട്ട് ഞങ്ങൾ അതിന് പുറകെ ഉണ്ടാവും. 2 മുന്നണികളും പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അത് ആരാണോ അധികാരത്തിൽ ആര് അവർ ഭരിക്കുമല്ലോ. ആ ഭരിക്കുന്ന സമയത്ത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ, ലഭിക്കുന്നില്ലെങ്കിൽ, കൊടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാവും. ഈ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഓരോ മണ്ഡലം ആരുടെയും സഹായങ്ങളൊക്കെ തേടുന്നുണ്ട്? ഇല്ല, ഞങ്ങൾ ഒരു ക്രിമികീടങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പാർട്ടിയല്ലേ. ഞങ്ങൾക്ക് ആരുടെയും ബാധ്യത ചുമക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ ആകെ അടുത്ത് നിന്നത് സാബു ജേക്കബുമായിട്ടാണ്. എങ്ങോട്ടാ പോയെന്നുള്ള അറിയാലോ. അപ്പം ഞങ്ങൾ പലരും ചോദിക്കുന്നു മുന്നണി സംവിധാനത്തിൽ നിങ്ങൾ കേരളത്തിൽ മുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ എത്ര മ്ലേച്ഛകരമാണ്.
അതായത് ഞാൻ തമാശ പറയല്ലേ, എന്റെ അടുത്ത് ഞാൻ ചാലക്കുടി വഴി കടന്നു വന്നപ്പോൾ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് ചാലക്കുടിയിലെ ഇപ്പോഴത്തെ LDFന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് രാത്രി കിടന്ന് ഉറങ്ങിയത് UDF കാരനായിട്ടാണ്. പിറ്റേ ദിവസം നോമിനേഷൻ ഡേറ്റിൽ ഭാര്യ എടുത്ത് പോലും പറയാതാണ് പുള്ളി പോയിട്ട് LDFന്റെ 2 ലക്ഷത്തിന് നോമിനേഷൻ കൊടുത്തത്. നാട്ടികയിലെ മുൻ MLA BJP നിൽക്കുക. BJPക്കാർക്ക് മുൻ MLAയുടെ വികസന കാഴ്ചപ്പാട് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റുമോ? CPMകാർക്ക് ഇപ്പൊ BJPയിൽ മത്സരിക്കുന്ന മുകുന്ദന്റെ ആൾക്കാർക്ക് ഇത് മുൻ MLAയുടെ വികസനം തുടരാൻ വോട്ട് ചോദിക്കാൻ പറ്റുമോ? ഈ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന നാറിയ പരിപാടിയല്ല ഈ മുന്നണി സംവിധാനത്തിന്റെ വിഴുപ്പലക്കൽ. ഞങ്ങൾ ആ സംവിധാനത്തിൽ ഇല്ല. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് നിഷ്പക്ഷമായി ജനങ്ങളുടെ വോട്ട് ചോദിക്കുന്നത്. ഈ വൃത്തികെട്ട മുന്നണി സംവിധാനം കേരള രാഷ്ട്രീയത്തെ മലിനമാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഒരു ഘട്ടത്തിലും ഒരു മുന്നണിയിലേക്കും പോകില്ല. ഇല്ല, മുന്നണി സംവിധാനത്തിൽ പോകണ്ടെന്നാണ് നാഷണൽ കമ്മിറ്റി തീരുമാനം. ഞങ്ങൾ ഇന്ത്യയിൽ ഇപ്പൊ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങൾ പോയില്ലേ? മുന്നണി സംവിധാനം എന്ന് പറയുന്നത് ചില കോമൺ ഫാക്ട് വരും. ഇപ്പൊ BJPയെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഒരു സംവിധാനത്തെ പറ്റി ചിന്തിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വോട്ട് ചോരിയെ പറ്റി രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഞങ്ങളുടെ വോട്ടല്ലേ ഞങ്ങൾക്കെതിരെ ഈ പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ഡൽഹിയിൽ 40,000 വോട്ട് വെട്ടിമാറ്റി അരവിന്ദ് കെജ്രിവാളിനെ തോപ്പിച്ച സംവിധാനത്തെപ്പറ്റി ബാംഗ്ലൂരും മറ്റേ അവിടെ ഇവിടെയൊക്കെ പോയി പ്രസ് മീറ്റ് എടുത്ത് രാഹുൽ ഗാന്ധി ഒരു അക്ഷരം ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഡൽഹിയിൽ ഞങ്ങളുടെ പാർട്ടി തോക്കുന്ന സമയത്ത് PCC ഓഫീസിൽ അവിടെ കോൺഗ്രസ് ഓഫീസിൽ ലഡുവിതരണം നടത്തിയവന്മാരാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ ഞങ്ങൾ ആ ഒരു കോമൺ കോസിൽ BJPയെ മാറ്റി നിർത്താൻ ഞങ്ങൾ നിന്നു. പക്ഷെ ആ നന്ദിയും കടപ്പാടും ഞങ്ങളുടെ യുവമാർ കാണിച്ചു. ഞങ്ങൾ തോക്കണം. പണ്ടൊരു ലൈൻ ഉണ്ടല്ലോ, മോൻ ചത്താനും വേണ്ടി അമ്മായിമ്മയുടെ മരുമോടെ കണ്ണുനീര് കണ്ടാമെന്ന് പറഞ്ഞ ആ ലൈനാണ് കോൺഗ്രസ്സുകാരൻ. ഇതൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഒതുങ്ങി ഇപ്പൊ 1-2 സ്റ്റേറ്റിലേക്ക് ഒതുങ്ങി. ഞങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ ഞങ്ങൾ 2027 ഏറ്റവും വലിയ പ്രതിപക്ഷ ഒറ്റകക്ഷിയായി ഞങ്ങൾ മാറാൻ പോകുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഈ വൃത്തികെട്ട നയം കൊണ്ടാണ്. ഇൻകേസ് കേരളത്തിൽ അങ്ങനെ ഒരു പൊതുവായ ഒരു കാര്യം വരികയാണെങ്കിൽ മുന്നണികൾക്കൊപ്പം അതിപ്പോ പറയാൻ കഴിയില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഇപ്പൊ ഇന്നലെ തന്നെ എനിക്കറിയാം മീഡിയ വൺ റിപ്പോർട്ടാണ് തൊടുപുഴയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബേസിൽ ജോണിന്റെ നിർണായക ശക്തിയായി തൊടുപുഴയിൽ മാറുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ച വന്നില്ലേ തൊടുപുഴയിൽ? ഞങ്ങൾ NV പ്രകൃതി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് വയനാട്ടിൽ മത്സരിക്കുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ 6 സീറ്റിൽ മത്സരിക്കുന്നു. 6 പേരും ഇതിനു മുമ്പ് ശക്തമായ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സര സാന്നിധ്യം അറിയിച്ചവരും വലിയ രീതിയിൽ വോട്ട് കളക്ട് ചെയ്തവരുമാണ്. അവർക്ക് ജയിക്കാൻ ഉള്ള സാധ്യതയുണ്ട്, ജയിക്കാനുള്ള വിൽ പവർ ഉള്ളവരാണ്, അതിനുള്ള ശേഷിയുള്ളവരാണ്, അതിനുള്ള പൊളിറ്റിക്സ് പറയുന്നവരാണ്. അപ്പൊ ജയിക്കുക പാർലമെന്റിലെ ഞങ്ങൾ അതുകൊണ്ടല്ല പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഞങ്ങൾ മത്സരിച്ച് പ്രകടന പത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ സാന്നിധ്യത്തിൽ ഇവിടെ ജയിച്ചാൽ മതി, ഭരിച്ചാൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. അപ്പൊ തീർച്ചയായിട്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കാൻ ജയിക്കാൻ വേണ്ടിയാണ്. ജയിക്കാൻ ആവശ്യമായ കാൻഡിഡേറ്റ്സ് ഞങ്ങൾക്കുണ്ട്, വിൽ പവർ ഉള്ളവരുണ്ട്, കാര്യശേഷിയുള്ളവരുണ്ട്, രാഷ്ട്രീയം പറയുന്നവരൊക്കെ ഞങ്ങളുടെ പ്രകടനം ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചാണല്ലോ, വയനാട്ടിൽ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി മത്സരിക്കുകയാണ്. ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമല്ല ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നത്. ഞങ്ങൾ അവിടെ ഒരു മെമ്പർ ഉള്ള ഒരാളാണ്. ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ വേറെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ അവരെ മാറ്റി നിർത്തി പ്രകൃതിയെ മത്സരിപ്പിക്കുന്നത് ഒരു ശുദ്ധ പോസിറ്റീവ് പൊളിറ്റിക്സ് കൂടെ ഞങ്ങൾ പറയുകയാണ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം ഏതായിട്ടാണ്? അല്ല, ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ ഇപ്പം മലപ്പുറം ജില്ലയിൽ 6 മണ്ഡലങ്ങളിൽ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ പൊളിറ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇടുക്കിയിലും കോട്ടയത്തും അതുപോലെ വയനാട്ടിലും കോഴിക്കോടും ഒക്കെ കോഴിക്കോട് മത്സരിക്കുന്ന അൽഫോൺസ് ടീച്ചർ അടക്കമുള്ളവർ കോൺഗ്രസിന്റെ കൌൺസിലർമാരായിരുന്നു. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആം ആദ്മിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഈ ഇലക്ഷന്റെ റിസൾട്ടോടുകൂടി ഉണ്ടാവും. ഈ വരും ഭാവിയിൽ അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പല്ലേ? 53 സീറ്റിൽ അരവിന്ദ് നമ്മൾ ഇവിടെ ഞങ്ങൾക്കെതിരെ കേട്ടോണ്ടിരുന്ന ആക്ഷേപം എന്ന് പറയുന്നത്, അതുകൂടെ പറഞ്ഞു പോകണം, ആക്ഷേപം എന്ന് പറയുന്നത് ഇടതുപക്ഷവുമായിട്ട് സന്ധി ചെയ്യുന്ന പിന്നെ ആം ആദ്മി എന്നൊക്കെയുള്ള ഒരു നരേഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കൃത്യമായിട്ടല്ല 53 സീറ്റിലും ഞങ്ങൾ ഒരുപാട് സീറ്റിൽ മത്സരിക്കാത്ത സാഹചര്യം വെച്ചാൽ വെറുതെ വോട്ട് ഭിന്നിച്ചു പോകണ്ട, ഞങ്ങളുടെ സാധ്യത അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ വോട്ട് കളക്ട് ചെയ്യുന്ന സാധ്യതയെ പറ്റി കുറഞ്ഞു കാണണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ 53 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും നാഷണൽ കൺവീനർ തീരുമാനിക്കുകയും പ്രകടന പത്രിക ഇറക്കുകയും ഇടതു വലത് മുന്നണികൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത്തരം നരേഷനൊക്കെ പൊളിച്ചു എന്നല്ലേ എന്റെ അർത്ഥം. അതായത് ഇപ്പം മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ആരൊപ്പം നിൽക്കാനാണ് ഒരു നിർദ്ദേശം? അല്ല, അത് തീർച്ചയായിട്ടും സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ടതാണ്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഭാഗ്യമുള്ളവരാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അത് മനസാക്ഷി വോട്ടാണോ? അതിനെപ്പറ്റിയൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഞങ്ങൾ തീരുമാനിച്ചു. മുന്നണിക്ക് കൊടുക്കാൻ അല്ലല്ല, അത് ആ ഒരു വാചകം എന്റെ വായിൽ നടത്തി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ്, എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് പറയൂ എന്നുള്ളത്. ഏതായാലും ഈ പ്രചരണങ്ങളൊക്കെ സജീവമായിട്ട് ഇപ്പോഴെല്ലാം ഉഷാറല്ലേ? കണ്ടില്ലേ ഇവരൊക്കെ കറുത്ത് കരുവാളിച്ചിരിക്കുന്നു. ഏതായാലും ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണം സജീവമായി നടത്തുകയാണ്. അവരുടെ ഒരു പ്രകടന പത്രിക ഇപ്പം ഇവിടെ വെച്ച് മലപ്പുറത്ത് വെച്ച് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ
മുന്നോട്ട് പോയി സംസ്ഥാനത്തുടനീളം തങ്ങൾ കഴിയുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ സാന്നിധ്യം അറിയിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. അനൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞു, മീഡിയ 1 മലപ്പുറം.